ഹലോ സ്റ്റുഡൻസ്, റെഫ്രിജറേഷനും എയർ കണ്ടീഷനിങ്ങും എന്ന ഈ മോഡ്യൂളിലേക്ക് സ്വാഗതം. ഈ സെഷനിൽ നമ്മൾ 3 and 4 ഡോർ നോൺ ഫ്രോസ്റ്റ് റെഫ്രിജറേറ്ററുകൾ ഐഡന്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. ലക്ഷ്യങ്ങൾ. ഈ എക്സസൈസിന്റെ അവസാനം നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തരാകും. ഒരു 3 ഡോർ റെഫ്രിജറേറ്റർ ഐഡന്റിഫൈ ചെയ്യാൻ, ഒരു 4 ഡോർ റെഫ്രിജറേറ്റർ ഐഡന്റിഫൈ ചെയ്യാൻ, ഒരു നോർമൽ റെഫ്രിജറേറ്റർ ഐഡന്റിഫൈ ചെയ്യാൻ, ഒരു നോർമൽ റെഫ്രിജറേറ്ററും ഒരു 3 and 4 ഡോർ റെഫ്രിജറേറ്ററുകളും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാൻ. ഇനി നമുക്ക് 3 and 4 ഡോർ നോ ഫ്രോസ്റ്റ് റെഫ്രിജറേറ്ററുകൾ ഐഡന്റിഫൈ ചെയ്യാൻ ആവശ്യമായ ടൂളുകളും എക്യുപ്മെന്റുകളും കൂടാതെ കൺസ്യൂമബിളുകളും ഏതൊക്കെയാണെന്ന് നോക്കാം. ടൂളുകളും എക്യുപ്മെന്റുകളും കൺസ്യൂമബിളുകളും: ലൈൻ ടെസ്റ്റർ, സ്ക്രൂ ഡ്രൈവർ, കട്ടിംഗ് പ്ലേയർ, 3 ഡോർ റെഫ്രിജറേറ്റർ, 4 ഡോർ റെഫ്രിജറേറ്റർ, ക്ലീൻ ക്ലോത്ത്. ഇനി നമുക്ക് 3 and 4 ഡോർ നോ ഫ്രോസ്റ്റ് റെഫ്രിജറേറ്ററുകൾ ഐഡന്റിഫൈ ചെയ്യാൻ ആവശ്യമായ തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 3 ഡോർ റെഫ്രിജറേറ്ററിന് 3 വ്യത്യസ്ത ഡോറുകളുണ്ട്. 2 എണ്ണം റെഫ്രിജറേറ്റർ കമ്പാർട്ട്മെന്റിനും 1 എണ്ണം ഫ്രീസർ കമ്പാർട്ട്മെന്റിനും. മിക്ക റെഫ്രിജറേറ്ററുകൾക്കും ഒന്നുകിൽ സൈഡ് ബൈ സൈഡ് ഡോറുകളോ അല്ലെങ്കിൽ ഫ്രഞ്ച് ഡോർ ഡിസൈനുകളോ ആണ് ഉള്ളത്. സൈഡ് ബൈ സൈഡ് മോഡലിൽ റെഫ്രിജറേറ്ററും ഫ്രീസർ കമ്പാർട്ട്മെന്റും വെർട്ടിക്കലി ഡിവൈഡഡ് ആണ്. ഓരോന്നിന്റെയും സെന്ററിൽ നിന്നും ഡോർ ഓപ്പണിംഗോട് കൂടിയതാണ്. ഫ്രഞ്ച് ഡോർ മോഡലിൽ റെഫ്രിജറേറ്റർ കമ്പാർട്ട്മെന്റിൽ 2 ഡോറോട് കൂടി മുകളിലും ഫ്രീസർ ഒരു ഡ്രോയർ സ്റ്റൈൽ കമ്പാർട്ട്മെന്റായി താഴെയുമാണ് ഉള്ളത്. ഒരു സ്റ്റിക്കറിലോ ലേബലിലോ ഉള്ള മാനുഫാക്ചറർ ഇൻഫർമേഷന് വേണ്ടി റെഫ്രിജറേറ്ററിന്റെ ഉള്ളിലോ ഫ്രെയിമിന്റെ ചുറ്റിലോ അല്ലെങ്കിൽ പുറകിലോ നോക്കുക. ഈ ലേബലിൽ പൊതുവെ മോഡൽ നമ്പർ, സീരിയൽ നമ്പർ, ചിലപ്പോൾ റെഫ്രിജറേറ്ററിന്റെ സ്റ്റൈലും ഉണ്ടായിരിക്കും. സ്റ്റാൻഡേർഡ് മോഡലുകളെക്കാൾ വീതി കൂടിയതാണോ എന്ന് ഉറപ്പാക്കാൻ റെഫ്രിജറേറ്ററിന്റെ വിഡ്ത് അളക്കുക. 3 ഡോർ റെഫ്രിജറേറ്ററുകൾക്ക് മിക്കവാറും ഇൻക്രീസ്ഡ് കപ്പാസിറ്റി ഉണ്ടാകാറുണ്ട്. 3 ഡോർ റെഫ്രിജറേറ്റർ ഐഡന്റിഫൈ ചെയ്യുകയും അതിന്റെ കണക്ഷൻ ഇൻസ്പെക്ട് ചെയ്യുകയും പാർട്ടുകൾ ലേബൽ ചെയ്യുകയും ചെയ്യുക. തിരഞ്ഞെടുത്ത മോഡലുകളിൽ ഇൻകാൻഡസെന്റ് ലൈറ്റ്, തിരഞ്ഞെടുത്ത മോഡലുകളിൽ LED ലൈറ്റ്, ഫ്ലിപ്പർ ഗൈഡ്, ഐസ് മേക്കർ, ഐസ് ബിൻ, വാട്ടർ ഫിൽറ്റർ, ഡെയറി കമ്പാർട്ട്മെന്റ്, എയർ ഫിൽറ്റർ, സ്പിൽ സേഫ് ഷെൽഫുകൾ. സെലക്ടഡ് മോഡൽസിൽ ക്യാൻ റാക്ക്, ഫ്ലിപ്പർ മുള്ളിയൻ, ക്രിസ്പർ ഡ്രോയർ, സ്റ്റോർ മോർ ഡ്രോയർ, ഡോർ ബിൻ, അഡ്ജസ്റ്റബിൾ ഹിഞ്ചസ്, ഫ്രീസർ ബാസ്ക്കറ്റ്, ടോ ഗ്രിൽ. ടാസ്ക് 2: 4 ഡോർ നോ ഫ്രോസ്റ്റ് റെഫ്രിജറേറ്റർ ഐഡന്റിഫൈ ചെയ്യുക. പേര് സൂചിപ്പിക്കുന്നത് പോലെ 4 ഡോർ റെഫ്രിജറേറ്ററിന് 4 സെപ്പറേറ്റ് ഡോറുകൾ ഉണ്ടാകും. റെഫ്രിജറേറ്റർ തുറന്ന് ഡോറുകളുടെ എണ്ണം എണ്ണി നോക്കി പരിശോധിക്കുക. സാധാരണയായി ഇതിൽ റെഫ്രിജറേറ്റർ കമ്പാർട്ട്മെന്റിൽ 2 ഡോറുകളും ഫ്രീസർ കമ്പാർട്ട്മെന്റിൽ 2 ഡോറുകളും ഉണ്ടാകും. 4 ഡോർ റെഫ്രിജറേറ്ററുകൾ അതിന്റെ ഇൻക്രീസ് കപ്പാസിറ്റി കാരണം സാധാരണയായിട്ടുള്ള സ്റ്റാൻഡേർഡ് മോഡലുകളെക്കാളും വൈഡർ ആണ്. സ്റ്റാൻഡേർഡ് മോഡലുകളെക്കാളും വൈഡർ ആണെന്ന് ഉറപ്പിക്കാൻ റെഫ്രിജറേറ്ററിന്റെ വിഡ്ത് അളന്നു നോക്കുക. മാനുഫാക്ചറർ സാധാരണ ഒരു റെഫ്രിജറേറ്ററിന്റെ ഉള്ളിലുള്ള ലേബലോ ഫ്രെയിമിന്റെ ചുറ്റിലോ അല്ലെങ്കിൽ അപ്ലയൻസിന്റെ പുറകിലോ ഒരു സ്റ്റിക്കർ പതിപ്പിക്കാറുണ്ട്. ഈ ലേബലിൽ പൊതുവെ മോഡൽ നമ്പർ, സീരിയൽ നമ്പർ, ചിലപ്പോൾ റെഫ്രിജറേറ്ററിന്റെ കോൺഫിഗറേഷനും സ്റ്റൈലും ഉണ്ടായിരിക്കും. 4 ഡോർ റെഫ്രിജറേറ്ററിന്റെ കൺസ്ട്രക്ഷനും
പാർട്ടുകളും വിഷ്വലി ഇൻസ്പെക്ട് ചെയ്തുകൊണ്ട് ഐഡന്റിഫൈ ചെയ്യുക. വിഷ്വൽ ഇൻസ്പെക്ഷനിനനുസരിച്ച് പാർട്ടുകൾ ലേബൽ ചെയ്യുക. തിരഞ്ഞെടുത്ത മോഡലുകളിൽ ഇൻകാൻഡസെന്റ് ലൈറ്റ്, തിരഞ്ഞെടുത്ത മോഡലുകളിൽ LED ലൈറ്റ്, ഫ്ലിപ്പർ ഗൈഡ്, ഐസ് മേക്കർ, ഐസ് ബിൻ, വാട്ടർ ഫിൽറ്റർ, ഡെയറി കമ്പാർട്ട്മെന്റ്, എയർ ഫിൽറ്റർ, സ്പിൽ സേഫ് ഷെൽഫുകൾ. സെലക്ട് ചെയ്ത മോഡലുകളിൽ ക്യാൻ റാക്ക്, ഫ്ലിപ്പർ മുള്ളിയൻ, ക്രിസ്പർ ഡ്രോയർ, സ്റ്റോർ മോർ ഡ്രോയർ, ഡോർ ബിൻ. ഇനി നമുക്ക് 3 and 4 ഡോർ നോ ഫ്രോസ്റ്റ് റെഫ്രിജറേറ്ററുകൾ ഐഡന്റിഫൈ ചെയ്യാനുള്ള പ്രോസസ് നോക്കാം. ടാസ്ക് 3. നോർമൽ റെഫ്രിജറേറ്ററും 3 and 4 ഡോർ നോ ഫ്രോസ്റ്റ് റെഫ്രിജറേറ്ററും തമ്മിലുള്ള വ്യത്യാസങ്ങൾ കണ്ടെത്തുക. രണ്ട് റെഫ്രിജറേറ്ററുകളുടെയും കൺസ്ട്രക്ഷനും ഡിസൈൻ ഫീച്ചേഴ്സും എക്സാമിൻ ചെയ്യുക. രണ്ട് റെഫ്രിജറേറ്ററുകളും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് അത് നോട്ട് ചെയ്യുക. നോർമൽ റെഫ്രിജറേറ്ററുകൾ. സ്റ്റാൻഡേർഡ് റെഫ്രിജറേറ്റർ സാധാരണ ഒരു സിംഗിൾ അല്ലെങ്കിൽ ഡബിൾ ഡോർ ഡിസൈനിലായിരിക്കും വരിക. ഒരു ഡോർ റെഫ്രിജറേറ്റർ കമ്പാർട്ട്മെന്റിനും മറ്റൊന്ന് ഫ്രീസറിനും. ഈ റെഫ്രിജറേറ്ററിൽ സാധാരണ ഒരു സിംഗിൾ ഡോറിലൂടെ ആക്സസ് ചെയ്യുന്ന ടോപ്പ് അല്ലെങ്കിൽ ബോട്ടം ഫ്രീസർ കമ്പാർട്ട്മെന്റ് ആണ് ഉള്ളത്. സ്റ്റാൻഡേർഡ് മോഡലിൽ മിക്കപ്പോഴും ഫുഡ് ഐറ്റംസ് വെക്കാൻ പരിമിതമായ ഓപ്ഷനുകൾ തരുന്ന ഫ്യൂവർ ഷെൽഫുകളും കമ്പാർട്ട്മെന്റുകളും ഡോർ ബിന്നുകളുമാണ് ഓഫർ ചെയ്യുന്നത്. 3 അല്ലെങ്കിൽ 4 ഡോർ മോഡലുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ സ്റ്റാൻഡേർഡ് മോഡലുകൾക്ക് ചെറിയ സ്റ്റോറേജ് കപ്പാസിറ്റിയേ ഉള്ളൂ. സ്റ്റാൻഡേർഡ് റെഫ്രിജറേറ്ററുകളിൽ ബേസിക് ഫീച്ചറുകളായ ടെമ്പറേച്ചർ കൺട്രോൾ, ഇന്റീരിയർ ലൈറ്റിംഗും അഡ്ജസ്റ്റബിൾ ഷെൽഫുകളുമാണ് ഉണ്ടാകാറുള്ളത്. അഡ്വാൻസ് ഫീച്ചേഴ്സ് ഓഫർ ചെയ്യുന്നില്ല. 3 and 4 ഡോർ റെഫ്രിജറേറ്ററുകൾ. ഈ റെഫ്രിജറേറ്റർ മോഡലുകളിൽ 3 ഡോറിന്റെ കേസിൽ 3ഉം അല്ലെങ്കിൽ 4 ഡോറിന്റെ കേസിൽ 4ഉം സെപ്പറേറ്റ് ഡോറുകൾ ഉണ്ട്. ഓരോ ഫുഡ് ടൈപ്പ് അനുസരിച്ച് വ്യത്യസ്ത കമ്പാർട്ട്മെന്റുകൾ ഉണ്ടാകും. മിക്ക 3 and 4 ഡോർ മോഡലുകളും റെഫ്രിജറേഷൻ സെക്ഷന് ഫ്രഞ്ച് ഡോർ സ്റ്റൈലാണ് ഫോളോ ചെയ്യുന്നത്. അത് വിശാലമായും സൗകര്യപ്രദമായതുമായ ആക്സസ് തരുന്നു. കൂടുതൽ ഷെൽഫുകളും ഡ്രോയറുകളും ഡോർ ബിന്നുകളും ഉള്ളതുകൊണ്ട് ഇവ പല ഭക്ഷണ സാധനങ്ങളും കൂടുതൽ നന്നായി ഓർഗനൈസ് ചെയ്യാനും സ്റ്റോറേജ് ചെയ്യാനും അവസരം നൽകുന്നു. 3 and 4 ഡോർ റെഫ്രിജറേറ്ററുകൾക്ക് സാധാരണ കൂടുതൽ ഗ്രോസറികൾ വെക്കാനും വിവിധ വലിപ്പത്തിലുള്ള സാധനങ്ങൾ വെക്കാനുമായി കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ട്. ഈ മോഡലുകൾ മിക്കപ്പോഴും പ്രത്യേകം ഫ്രീസർ കമ്പാർട്ട്മെന്റോട് കൂടിയും അല്ലെങ്കിൽ ഡ്രോയറോട് കൂടിയുമായിരിക്കും വരിക. അത് എളുപ്പത്തിൽ ഫ്രോസൺ ഫുഡുകൾ കണ്ടുപിടിക്കാനും ഓർഗനൈസ് ചെയ്യാനും സഹായിക്കുന്നു. അതിൽ ചിലപ്പോൾ വ്യത്യസ്ത കമ്പാർട്ട്മെന്റുകൾക്കും സെറ്റിംഗുകൾക്കും അനുസരിച്ച് എനർജി സേവ് ചെയ്യുന്ന എക്സ്റ്റേണൽ ഐസ് ആൻഡ് വാട്ടർ ഡിസ്പെൻസേഴ്സും എക്സാക്ട് ടെമ്പറേച്ചർ കൺട്രോളും ഉണ്ടാകും. ഈ റെഫ്രിജറേറ്ററുകൾക്ക് സാധാരണ വലുതും വ്യത്യസ്ത ഷേപ്പിലുള്ളതുമായ സാധനങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു വെക്കാൻ അഡ്ജസ്റ്റബിൾ ഷെൽഫുകളും ഡിവൈസറുകളും ഉണ്ടാകും. ചില മോഡലുകൾ എനർജി സേവിംഗ് ഫീച്ചറുകളോട് കൂടിയാണ് വരുന്നത്. ഇത് സ്റ്റാൻഡേർഡ് റെഫ്രിജറേറ്ററുമായി താരതമ്യം ചെയ്യുമ്പോൾ പവർ കൺസപ്ഷൻ മെച്ചപ്പെടുത്തും. 3 and 4 ഡോർ റെഫ്രിജറേറ്ററുകൾ സാധാരണ മോഡേണും ആകർഷകവുമായിരിക്കും. അതിന്റെ സ്റ്റൈലിഷ് ഡിസൈൻ അടുക്കളയിൽ അവയെ എടുത്തു കാണിക്കും. റീക്യാപ്പ്. ഈ ടോപ്പിക്കിൽ നമ്മൾ ഇവയെല്ലാം എങ്ങനെ ചെയ്യാമെന്ന് മനസ്സിലാക്കി. ഒരു നോർമൽ റെഫ്രിജറേറ്റർ ഐഡന്റിഫൈ ചെയ്യാൻ, ഒരു നോർമൽ റെഫ്രിജറേറ്ററും ഒരു 3 and 4 ഡോർ റെഫ്രിജറേറ്ററും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാൻ, നിങ്ങൾക്കെല്ലാവർക്കും 3 and 4 ഡോർ നോൺ ഫ്രോസ്റ്റ് റെഫ്രിജറേറ്ററുകൾ ഐഡന്റിഫൈ ചെയ്യുന്ന പ്രോസസ് എങ്ങനെയാണെന്ന് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു സ്റ്റുഡൻസ്. നമുക്കിനി അടുത്ത സെഷനിൽ കാണാം. ബൈ.